എന്തായാലും ഇപ്പോൾ കുവൈറ്റിൽ ഇപ്പോഴും സൈറൺ കേൾക്കുന്നുണ്ടെന്ന് പറയുന്നു. ലിപ്പിൻ പറയുന്നു എന്താണ് ബഹ്റൈനിൽ ഇപ്പോൾ 3 പ്രാവശ്യം തുടർ സൗണ്ട് കേൾക്കുന്നു എന്ന് പറയുന്നു. ബഹ്റൈനിൽ സ്ഫോടനം കേട്ടാരെ 1-2 പ്രേക്ഷകർ കൂടി പറയുന്നുണ്ട്. അങ്ങനെ അവിടെ ഇവിടെ ബഹ്റൈനിൽ എവിടെയോ സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് സെദറിക് സിൽവ. കുവൈത്ത് മംഗഫിൽ ആകാശത്ത് വെച്ച് മിസൈൽ തകർത്തു എന്ന് വിഷ്ണു ഗോപൻ പറയുന്നുണ്ട്. ബഹ്റൈനിൽ വൻ അറ്റാക്ക് നടക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പല സ്ഥലങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഇന്നലത്തെയും മിനിഞ്ഞാത്തെയും കുവൈത്ത് സൗണ്ട് ഉണ്ട് 3 മണി മുതൽ എന്ന് പറയുന്നു. ദുബായിൽ എന്ന് കാര്യമായൊന്നും കേൾക്കാനില്ല. ഖത്തറിൽ ഒന്ന് വീണ് പറയൂ എന്ന് ബിൻസി പറയുന്നു. ഇല്ല, ഖത്തർ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഖത്തറിൽ ഇന്നത്തെ ഏതെങ്കിലും ശബ്ദം കേട്ടു എന്നാരും പറയുന്നില്ല. എന്തായാലും ഇന്നലത്തെ മിനിഞ്ഞാത്തെയും അപേക്ഷിച്ച് GCC മേഖല പൊതുവെ ശാന്തമാണ്. പക്ഷേ ഇപ്പോഴും അവിടെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. അമേരിക്കൻ എയർബേസുകളിലേക്ക് തന്നെയാണ് ലക്ഷ്യം വെച്ചുള്ള മിസൈലുകളും ഡ്രോണുകളും. എന്തായാലും മധ്യപൂർവ്വ ഏഷ്യയിലെ സംഘർഷത്തിൽ സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു ഇന്ത്യക്കാരുടെ ഒഴിപ്പിക്കൽ സാധ്യത ക്യാബിനറ്റ് സുരക്ഷാ സമിതി ചർച്ച ചെയ്തു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോൺ സംഭാഷണം നടത്തി. ഇറാൻ അനുകൂല പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ ജമ്മു കാശ്മീരിൽ അതീവ സുരക്ഷയാണ്. സ്കൂളുകൾക്കും കോളേജുകൾക്കും 2 ദിവസം അവധി. ശ്രീനഗറിൽ ബന്ദ് ആരംഭിക്കുകയും ചെയ്തു. ബൽറാം നെടുങ്ങാടി ചേരുന്നു. ബൽറാം, ഇറാനിൽ അതിശക്തമായ വ്യോമാക്രമണം ഇസ്രായേൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം ബെയ്ത്ത് ഷാമേഷിൽ ഇന്നലെ ഉണ്ടായ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം അവിടുത്തെ ഈ ബങ്കറുകൾ തകർത്തു എന്നാണ് ഏറ്റവും കൂടുതൽ അറിയാൻ കഴിയുന്നത്. 9 മരണം അവിടെ മാത്രം ഉണ്ടായി. അവിടെയും വ്യാപകമായ ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ വ്യോമാക്രമണമുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഇന്ത്യക്കാരുണ്ട്. അവരുടെ കാര്യത്തിൽ രാജ്യത്തിന്റെ കൺസേൺ എങ്ങനെയാണ്? ഒഴിപ്പിക്കാനുള്ള നടപടികൾ തുടങ്ങണോ എന്നപ്പോൾ ആലോചിക്കും ബൽറാം? ഹാഷ്മി, മധ്യപൂർവേഷ്യയിലെ സംഘർഷം ഇന്ത്യയെ നേരിട്ടും നേരിട്ടല്ലാതെയും ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയം അതീവ ഗൗരവത്തോടെയാണ് കേന്ദ്ര സർക്കാർ കാണുന്നത്. ഇന്നലെ രാത്രി 10:30 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ സമിതി യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിൽ പ്രധാനമായും ഈ മധ്യപൂർവേഷ്യയിലെ സാഹചര്യങ്ങൾ തന്നെയാണ് വിലയിരുത്തിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ, വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അടക്കമുള്ളവർ പങ്കെടുത്ത ഈ യോഗത്തിൽ ഈ രാജ്യങ്ങളിലെ സംഘർഷത്തിന്റെ നിലവിലുള്ള സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു. തുടർന്ന് അവിടെയുള്ള ഇന്ത്യക്കാരുടെ വിവരങ്ങൾ, പ്രാഥമികമായി ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ അവലോകനം ചെയ്തു. എത്രത്തോളം ഇന്ത്യക്കാരുടെ സാന്നിധ്യമുണ്ട്, അവരുടെ സുരക്ഷാ സാഹചര്യങ്ങൾ ഏത് വിധേനയാണ്, ഏത് തരത്തിൽ ഒരു ഒഴിപ്പിക്കൽ നടപടി ഉണ്ടായാൽ അത് ഏത് തരത്തിൽ സാധ്യമാകും എന്നും, ഒപ്പം തന്നെ നിലവിൽ സാഹചര്യത്തിൽ അവർക്ക് എന്തെല്ലാം സഹായങ്ങൾ നൽകാനാകും എന്നും, അടിയന്തര സാഹചര്യമുണ്ടായി സഹായം തേടിയാൽ വിദ്യാർത്ഥികളും അടക്കമുള്ള ഈ പ്രവാസികൾക്ക് സഹായം ലഭ്യമാക്കണം എന്നുള്ള നിർദ്ദേശം വിദേശകാര്യ മന്ത്രാലയത്തിന് പ്രധാനമന്ത്രി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരു അടിയന്തര സാഹചര്യവും അനുകൂല സാഹചര്യവും ഉണ്ടാവുകയാണെങ്കിൽ ഒഴിപ്പിക്കൽ നടപടികൾ ഏത് വിധേന പൂർത്തിയാക്കാൻ കഴിയും എന്നത് സംബന്ധിച്ചുള്ള അവലോകനവും നടന്നു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ. നിലവിലെ സാഹചര്യത്തിൽ ഒരു ഒഴിപ്പിക്കൽ നടപടിയിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് യോഗത്തിന് ഉണ്ടായത്. കാരണം അതീവ രൂക്ഷമായ തരത്തിൽ സംഘർഷം തുടരുകയാണ്. ഒപ്പം തന്നെ ഈ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തുന്നതിനും സമാധാന ശ്രമങ്ങൾക്കുമായി ഏത് തരത്തിൽ മറ്റ് രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്താം എന്ന വിദേശകാര്യ മന്ത്രാലയവുമായി നടത്തിയ ചർച്ചയിൽ ഈ വിഷയങ്ങളെല്ലാം തന്നെ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഒപ്പമാണ് രാജ്യത്തെ ആഭ്യന്തര വിഷയങ്ങളും ഈ ഒരു സുരക്ഷാ സമിതി യോഗത്തിൽ ചർച്ചയായിട്ടുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഷിയ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും ജമ്മു കശ്മീരിലും ലക്നൌവിലും ഡൽഹിയിലും അടക്കം പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആഭ്യന്തര മന്ത്രാലയം ഇന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ, പ്രകോപനപരമായ നടപടികൾ, അത് സമൂഹ മാധ്യമങ്ങളിലും അടക്കമുള്ള ഇത്തരത്തിലുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത് തടയാൻ ആവശ്യമായ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ആഭ്യന്തര മന്ത്രാലയം വിവിധ സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ജമ്മു കശ്മീരിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. ഒപ്പം തന്നെ കടയടച്ചുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതേസമയം സമാധാന ശ്രമങ്ങൾക്കുള്ള തീവ്ര ആഹ്വാനങ്ങളും വിവിധ ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. പ്രധാനമായും ഈ കഴിഞ്ഞ ദിവസം പ്രതിഷേധമുണ്ടായ ഇടങ്ങളിലെല്ലാം തന്നെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. വിദേശങ്ങളിലുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളവും അവിടുത്തെ സാഹചര്യങ്ങൾ ഓരോ ഘട്ടത്തിലും സൂക്ഷ്മമായി തന്നെ വിലയിരുത്തണമെന്നും ആവശ്യമായ ഈ ഷിയ സെക്ടിന്റെ, ഷിയ വിഭാഗത്തിന്റെ ലോകത്തെമ്പാടുമുള്ള ആത്മീയ നേതാവ് കൂടിയായിരുന്നു ആയത്തുള്ള അലി ഖമനേയി. അപ്പോൾ അദ്ദേഹം കൊല ചെയ്യപ്പെടുമ്പോൾ ലോകത്തെമ്പാടും ആ വിഭാഗം പ്രതിഷേധവുമായോ അല്ലെങ്കിൽ വിലാപങ്ങളുമായോ തെരുവിലിറങ്ങൽ അസ്വാഭാവികമായോ എന്തുകൊണ്ടോന്നറിയില്ല. അതിനെ ഇറാൻ അനുകൂല പ്രതിഷേധം എന്ന നിലയ്ക്കാണോ കേന്ദ്ര സർക്കാർ കാണുന്നത്? ഏത് നിലയ്ക്കാണ് ഇറാൻ അനുകൂല പ്രതിഷേധങ്ങളെ കേന്ദ്രം നോക്കിക്കാണുന്നത് ബൽറാം?
ഹഷ്മി ഈ ഷിയ വിഭാഗത്തിൻ്റെ പരമോന്നത നേതാവ് കൂടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഈ ഷിയ വിഭാഗത്തിൻ്റെ ഭാഗത്തു നിന്നും പലയിടങ്ങളിലും പ്രതിഷേധമുണ്ടായിരുന്നു. ഈ ഷിയ വിഭാഗത്തിന് കൂടുതൽ സ്വാധീനമുള്ള ഉത്തരേന്ത്യയിലെ മേഖല ജമ്മു കശ്മീരിലാണ്. ഒപ്പം തന്നെ ഡൽഹിയിലും ലക്നൌവിലും ബീഹാറിലും സാന്നിധ്യമുണ്ട് ഷിയ വിഭാഗത്തിന്. പ്രധാനമായും അവരുടെ ആഘോഷങ്ങളും അവരുടെ വിഭാഗവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഈ പ്രദേശങ്ങളിലാണ്. അവിടെ സ്വാഭാവികമായ പ്രതിഷേധമുണ്ടായി. ഒപ്പം പാകിസ്ഥാനിലും പ്രതിഷേധമുണ്ടായിരുന്നു. എന്നാൽ ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ അത് പ്രകോപനപരമാവുകയും മറ്റ് വിഭാഗങ്ങളെ അത് മുറിവേൽപ്പിക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള വൈകാരികമായി വ്രണപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള ഇടപെടലുകൾ, അത്തരം സംഭവങ്ങൾ ഒഴിവാക്കുന്നതിനുള്ള നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഏറ്റവും മികച്ച ബന്ധം, വ്യാപാരത്തിലടക്കം മികച്ച ബന്ധം കാത്തുസൂക്ഷിക്കുന്ന രാജ്യങ്ങളാണ് ഈ പൂർവേഷ്യയിലെ രാജ്യങ്ങൾ. ഇവിടെ എല്ലാം തന്നെ ഈ ഒരു സംഘർഷം വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. അത് അത്യന്തം ഗൗരവത്തോടു കൂടിയാണ് രാജ്യം കാണുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു രാജ്യങ്ങളുടെ കൂടി വികാരത്തെ വ്രണപ്പെടുത്താത്ത തരത്തിലുള്ള ഇടപെടൽ നടത്തണം. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കാനുള്ള നടപടി വേണം എന്നുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ രാജ്യങ്ങളിലെ ഉണ്ടായ സംഘർഷത്തെ തുടർന്ന് ഇന്ത്യയിലെ എണ്ണവിലയിലും ഒപ്പം തന്നെ ചരക്ക് ഗതാഗതത്തിലും കയറ്റുമതിയിലും ഉണ്ടായ വലിയ പ്രതിസന്ധി അത് ചർച്ച ചെയ്യുന്നതിനായി പ്രത്യേക യോഗം വിളിക്കാനും കഴിഞ്ഞ ദിവസം ചേർന്ന സുരക്ഷാ അവലോകന സമിതി യോഗത്തിൽ, സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ അത്തരത്തിലുള്ള ഒരു യോഗം ചേരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.